എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ജബ് ഗാന്ധിജിക്ക് ചോരി ചലീഗി എന്ന പാഠഭാഗമാണ്. നമ്മുടെ ഗാന്ധിജിയുടെ വാച്ച് ട്രെയിനിൽ വെച്ച് മോഷണം പോയതും അതേപറ്റി വൈസ്രോയിയുടെ ചായ സൽക്കാരത്തിനിടെ വൈസ്രോയിയോട് ഗാന്ധിജി പറയുന്നതും പറഞ്ഞതിന് ശേഷം ദുഃഖത്തിലിരിക്കുന്ന ഗാന്ധിജിയും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം അവസാനിപ്പിച്ചത്. അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. വൈസ്രോയിനെ ബി അഫ്സോസ് ജാഹിർ കിയ. ഗാന്ധിജിയുടെ ദുഃഖം കണ്ടിട്ട് നമ്മുടെ വൈസ്രോയിയും ദുഃഖം പ്രകടിപ്പിച്ചു. ലേക്കിൻ ഉന്നെ സമജ് മേ നഹീ ആയ, എന്നാൽ അദ്ദേഹത്തിന് സമജ് മേ നഹീ ആയ, മനസ്സിലായില്ല. സമജ് മേ നഹീ ആയ, മനസ്സിലായില്ല. കി ഏക് ചോട്ടി സി, ഈ ചെറിയൊരു ചോട്ടി സി എന്ന് പറഞ്ഞാൽ ചെറിയൊരു, പുരാനി പഴയ, ഘടി കേലിയെ വാച്ചിനും വേണ്ടി, കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി, പഴയ, പുരാനി എന്ന് പറഞ്ഞാൽ പഴയത്, പഴയ ഒരു വാച്ചിനു വേണ്ടി ഈ ആദ്മി, ഈ മനുഷ്യൻ, വൈസ്രോയിക്ക് ദാവത് ജैसे ജിന്ദഗിക്ക് സബ്സെ ശാൻദാർ മൗക്കെ, വൈസ്രോയിക്ക് ദാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുന്ന്, അതായത് വൈസ്രോയുടെ വീട്ടിൽ വിരുന്നിന് വന്നിരിക്കുകയാണല്ലോ ഗാന്ധിജി. അപ്പോൾ അത് ആസ്വദിക്കാതെ ജയ്സെ ജിന്ദഗിക്ക്, ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ, സബ്സെ ഏറ്റവും, ശാന്താർ മൗക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം, വൈസ്രോയുടെ കൂടെ ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അവസരമായിട്ടാണ് വൈസ്രോയി ചിന്തിക്കുന്നത്. ആ ഒരു അവസരത്തിൽ മൗക്കേക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരത്തിൽ, മജ ആനന്ദം, കിർക്കിര നഷ്ടപ്പെടുത്തി. എന്തിനാണ് ഈ വാച്ച്, പഴയൊരു വാച്ച് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പാർട്ടിയിലുള്ള ആനന്ദം നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് വൈസ്രോയി ചിന്തിക്കുന്നത്. ക്യോ കർ രഹാ ഹേ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് വൈസ്രോയി ചിന്തിക്കുകയാണ്, ക്യാ ഇസേക്ക് നൈ ഘടി ദിലാദും, എന്താ ഇദ്ദേഹത്തിനൊരു നൈ ഘടി, പുതിയ വാച്ച്, നൈ എന്ന് പറഞ്ഞാൽ പുതിയത്, ഘടി എന്ന് പറഞ്ഞാൽ വാച്ച്, ദിലാദും കൊടുത്താലോ? എന്നിട്ട് വൈസ്രോയി ചിന്തിക്കുകയാണ്, ലേക്കിൻ ഏ മാനേക തോടി, ലേക്കിൻ എന്നാൽ, ഏ മാനേക സമ്മതിക്കുമോ, തോടി അല്പമെങ്കിലും സമ്മതം ഗാന്ധിജി തരുമോ ഒരു പുതിയ വാച്ച് മേടിച്ചു കൊടുക്കാൻ? ഈ ഗാന്ധിജിയുടെ സ്വഭാവം ഏകദേശം നമ്മുടെ വൈസ്രോയിക്ക് മനസ്സിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചിന്തിക്കുകയാണ്, തോ യഹി കഹേഗ, ഇദ്ദേഹം ഇങ്ങനെയേ പറയൂ, കി മുജെ അപ്പനി, എനിക്ക് എൻ്റെ വഹി പുരാനി ഘടി ചാഹിയെ, എനിക്ക് എൻ്റെ ആ പഴയ വാച്ച് തന്നെ വേണമെന്നേ ഇദ്ദേഹം പറയുകയുള്ളൂ. അതുകൊണ്ട് പുതിയ വാച്ച് മേടിച്ചു കൊടുക്കുന്നതിനെ പറ്റിയൊന്നും സംസാരിക്കേണ്ട ആവശ്യം വരില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്. വൈസ്രോയി മനസ്സിൽ ചിന്തിക്കുകയാണ്. ഖൈർ ജബ് നാസ്തേക്ക് ബാരി ആയാത്തോ ഗാന്ധിജി, അതെല്ലാം കഴിഞ്ഞിട്ട് നാസ്തേക്ക് ബാരി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, നാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, ബാരി ആയിത്തോ സമയം വന്നപ്പോൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായപ്പോൾ, ഗാന്ധിജി ഫോലേപ്പൻ സേ ബോലെ, ഫോലേപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കമായിട്ട് പറയുകയാണ്, ആപ് ലോ ലീജിയെ മേ തോ അപ്പന നാസ്ത സാത്ത് ലായാ ഹൂ, ആപ് ലോ ലീജിയെ നിങ്ങളെടുത്തോ, നിങ്ങൾ കഴിച്ചോളൂ, മേ തോ ഞാൻ, അപ്പന നാസ്ത എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, സാത്ത് ലായാഹും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, സാത്ത് ലായാഹും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ എനിക്കെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ കൂടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ വൈസ്രോയി എന്തൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത്, ഗാന്ധിജിക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാം എന്നതിനെപ്പറ്റി വലിയൊരു ചർച്ച തന്നെ അവിടെ നടന്നു. എന്നാൽ അതിനെയെല്ലാം തട്ടിമറിച്ചുകൊണ്ട് ഗാന്ധിജി പറയുകയാണ്, ഞാൻ എൻ്റെ നാസ്ത കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചോളൂ. സോച്ചോ, ഒന്ന് ചിന്തിച്ചേ, കിത്തനെ ലോകോ മേ, എത്ര ആളുകളിൽ, ഇത്തനി ഹിമ്മത്ത് ഹോഗി, ഇത്രയ്ക്ക് ധൈര്യമുണ്ടാകും, ഇത്തനി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക്, ഹിമ്മത്ത് ഹോഗി ധൈര്യം ഉണ്ടാകും, രാജ നാസ്തേ പർ ബുലായെ ഔർ വേ കഹദേ, രാജാവ് നാസ്തേ പർ ബ്രേക്ക്ഫാസ്റ്റിന്, ബുലായെ വിളിക്കുകയും, അവർ വേ കഹദേ എന്നിട്ട് അവരോട് ആരെങ്കിലും നാസ്തയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുമ്പോൾ അവർ പറയുകയാണ്, ആപ് ലീജിയെ മേ തോ അപ്പന നാസ്ത സാത്ത് ലായാ ഹൂം, ഒരു രാജാവ് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുക എന്ന് പറയുമ്പോൾ രാജാവിനോട് ആരെങ്കിലും പറയുമോ എന്ന്,
ഞാൻ എൻ്റെ നാസ്ത, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചോ, ഞാൻ എൻ്റേത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എൻ്റേത് കഴിച്ചോളാം എന്ന് ഏതെങ്കിലും രാജാവിൻ്റെ മുന്നേ പറയാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. തബി ഗാന്ധിജിക്ക് സാത്ത് ഗയി ഉൻകി സഹയോഗിനെ അതിന് ശേഷം നാസ്ത ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞല്ലോ. അതിനുശേഷം ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നയാൾ സാത്ത്, ഗാന്ധിജി സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന ഉൻകി സഹയോഗി, സഹായി, ഖാദി ഖാദിയുടെ ഒരു, പുരാനേസെ പഴയ, തൈലേമേ തൈല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചിയാണേ, थैलेमेसे एक छोटी सा डिब्बा और एक चम्मच निकालकर गांधी जी के सामने रख दिया. എന്താണ് ഗാന്ധിജി കൂടെ ഉണ്ടായിരുന്നയാൾ ഖാദിക്ക് പുരാനസെ, ഖാദിയുടെ ഒരു പഴയ, തൈലേസെ സഞ്ചിയിൽ നിന്ന്, ചോട്ടാസ എന്ന് പറഞ്ഞാൽ ചെറിയ, ഡിബ്ബ എന്ന് പറഞ്ഞാൽ എന്താ, ബോക്സ് അതായത് പാത്രം, ഔർ ചമച്ച് എന്ന് പറഞ്ഞാൽ സ്പൂണ്, നിഗാൽക്കർ എടുത്തിട്ട്, ഗാന്ധിജിക്ക് സാമനെ എന്ന് പറഞ്ഞാൽ മുന്നിൽ, രക്തിയ വെച്ചു, ചെറിയൊരു പാത്രം എടുത്ത് ഒരു സ്പൂണും കൂടെ ഗാന്ധിജിയുടെ ഫ്രണ്ടിൽ വെച്ചു. ഡിബ്ബമേ ആ പാത്രത്തിൽ എന്തായിരുന്നു, ബക്രീക്കെ ആടിൻ്റെ, ദൂത് സെ ബന ദഹി ഥ, ബക്രീക്ക ദൂത് ആട്ടിൻ പാലിൽ, ബനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക, ദൂത് സെ ബന ഉണ്ടാക്കിയ, ആട്ടിൻപാലിൽ ഉണ്ടാക്കിയ, ദഹി എന്ന് പറഞ്ഞാൽ തൈര്. പിന്നെ എന്നായിരുന്നു, ഔർ ചമച്ച് ഹൽക്കി ടൂട്ടാ ഹുവാത്ത, ചമച്ച് നമ്മുടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്പൂൺ വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ സ്പൂണ് ചെറുതായിട്ട് ടൂട്ടാ ഹുവാത്ത പൊട്ടിയതായിരുന്നു. ലേക്കിൻ എന്നാൽ, ഉസ്കെ അതിൻ്റെ, ടൂട്ടെ ഹാത്ത് പർ പൊട്ടിയ കൈപിടിയിൽ, ലക്കടി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ, ഹപ്പാച്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പ്, അതായത് ചെറിയൊരു കമ്പ് കഷ്ണം കണ്ട് ആ പൊട്ടിയ കൈലിൻ്റെ കൈപിടി, ദാഗേസെ ചരടുകൊണ്ട്, ബാന്തി ഗേഥി ബന്ധിച്ചിട്ടുമുണ്ടായിരുന്നു. വൈസ്രോയ് लॉर्ड माउंटबेटन और उनका पत्नी गांधी जी को देखते रह गया. മൗണ്ട്ബാറ്റനും അദ്ദേഹത്തിൻ്റെ പത്നി ഭാര്യയും ഗാന്ധിജിയെ ദേഖ്തേ രഹുകയ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ട് നിന്നു. ആജ് ഇന്ന്, സോച്തേ ഹേ തോ ഇന്ന് ചിന്തിക്കുമ്പോൾ, ലേഖകൻ പറയുന്നതാണ്, ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, ലഗ്താ ഹെ തോന്നുന്നത്, ഗാന്ധിജിയുടെ ഈസ് വ്യവഹാർ കെ പീച്ചെ, വ്യവഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റം, ഈ പെരുമാറ്റത്തിൻ്റെ പിന്നിൽ, കെ പീച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ, കൈ ബാത്തെ പല കാര്യങ്ങളും, ചിപ്പി ഹുയി ഥി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു, അതായത് മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതായത് ഗാന്ധിജി ചെയ്യുന്ന വൈസ്രോയിയുടെ ഭവനത്തിൽ ഇരുന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെ പിന്നിലും ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ലേഖകൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ, അക്സർ മിക്കപ്പോഴും, കുച്ച് ബാത്തെ ചില കാര്യങ്ങൾ, ബഹൈർ കഹേവി കൂടാതെ പറയാതെ തന്നെ, കഹ് ദി ജാത്തി ഹേ പറയുന്നുണ്ട്. മനസ്സിലായോ? രാഷ്ട്രീയത്തിൽ മിക്കപ്പോഴും ചില കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന്. അതായത് കുച്ച് ബാത്തെ ചില കാര്യങ്ങൾ, ബഹൈർ കഹേവി പറയാതെ, കഹ് ദി ജാത്തി ഹേ പറയുന്നുണ്ട്, പറയാതെ പറയുന്ന പല കാര്യങ്ങളും രാഷ്ട്രീയത്തിലുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ കാരണമാണ്, റൂം കൂളർ ബന്ദ് കർവാനി ക സീതാ മതലബ്. ഗാന്ധിജി പറഞ്ഞില്ലേ എനിക്ക് തണുക്കുന്നു, റൂം കൂളർ ബന്ദ് ചെയ്യാൻ, അതിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. റൂം കൂളർ ബന്ദ് കർവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യിക്കുക, അതായത് നിർത്തിവെപ്പിക്കുക.
का सीधा मतलब നേരെയുള്ള അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സീത എന്ന് പറഞ്ഞാൽ നേരെ എന്നാണ്. മതലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. നയി വൈസ്രോയിക്കോ, നയി എന്ന് പറഞ്ഞാൽ പുതിയ, വൈസ്രോയിക്കോ പുതിയ വൈസ്രോയിക്ക് യഹ് സന്ദേശ് ദേന ഥ, ഈ സന്ദേശം, സന്ദേശ് എന്ന് പറഞ്ഞാൽ സന്ദേശം, ദേന ഥ നൽകണമായിരുന്നു. എന്ത് സന്ദേശമാണ്? ठंडे कमरे में बैठकर തണുത്ത മുറിയിലിരുന്ന് ഹിന്ദുസ്ഥാൻ ബർ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഹുക്കൂമത്ത് നഹി കി ജാ സക്കേഗി, തണുത്ത മുറി കയറിയിരുന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കാൻ സാധിക്കുകയില്ല. ഹംസേ ഞങ്ങളോട്, ബാത് കർണി ഹെ തോ സംസാരിക്കണമെങ്കിൽ, ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, കർണി ഹെ തോ ബാത് കർണി എന്ന് പറഞ്ഞാൽ സംസാരിക്കണമെങ്കിൽ, ബാഹർ പുറത്ത്, ധൂപ് മേ വെയിലത്ത്, ഔർ ഖുല്ലേ മൈദാൻ മേ ആവോ, തുറന്ന മൈതാനത്ത് പുറത്ത് വരാനാണ് പറയുന്നത്. എന്നെ വിളിച്ച് റൂമിലോട്ട് ഇരുത്തുകയല്ല ചെയ്യേണ്ടത്, പുറത്ത് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ പുറത്ത് വെയിലത്തും പാടത്തും ഒക്കെയല്ല പണി ചെയ്യുന്നത്, അതുപോലെയുള്ള സ്ഥലത്തേക്ക് പുറത്തേക്ക് വരിക. അല്ലാതെ തണുത്ത മുറിയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്താലൊന്നും ഇന്ത്യയിൽ ഭരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, അർത്ഥമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.